ഒത്തിരിയായി. എടി എഴുന്നേക്ക്. എടി എനിക്കൊന്നും വയ്യ, നീ എന്ന് പോ. എടി എന്തൊരു കഷ്ടമാടി. വാടി. എനിക്കൊന്നും വയ്യ. ഇവളെ ഒരു ആവശ്യത്തിന് വിളിച്ചാലും വരത്തില്ല. ആന്റി കഴിക്കാൻ എന്തുവാ? എനിക്ക് വിശക്കുന്നു. ചപ്പാത്തിയും കറിയുണ്ട്, എടുത്ത് കഴി. ആന്റി പിന്നില്ലേ, എനിക്ക് നടൂര് വരെ ഒന്ന് പോണായിരുന്നു. ഞാൻ ആ വണ്ടി ഒന്ന് എടുത്തോട്ടെ? എന്തിനാ പോന്നേ? ആന്റി എനിക്ക് കൊറിയർ സർവീസ് വരെ ഒന്ന് പോണമായിരുന്നേ. അപ്പൊ ഞാൻ പോയിട്ട് വരാം. നീ വീട്ടിൽ പറഞ്ഞായിരുന്നോ? ആ പറഞ്ഞു ആന്റി. അമ്മയെ വിളിച്ചു പറഞ്ഞായിരുന്നോ? ആ പറഞ്ഞു. എന്നാ ചായ കുടി. ഇനി ഇവിടെ നോക്കി വെച്ചിട്ട് കാര്യമില്ല. എടി നീ എൻ്റെ അടുത്ത് എന്തെങ്കിലും ആവശ്യത്തിന് വാ കേട്ടോ. നാശം. എന്തു വാടി പുല്ലേ? എടി നീ ഇത് കേട്ടോ? കൊറോണ രോഗിയായ ഒരു പെങ്കൊച്ചിനെ ആംബുലൻസിൽ പീഡിപ്പിച്ചെന്ന്. ഓ, നമ്മുടെ സമൂഹത്തിന്റെ ഒരു പോക്കേ. തല കുനിച്ച് കേരളം. സംഭവം അർദ്ധരാത്രിയിൽ ആറന്മുളയിൽ. പത്തനംതിട്ട. കൊറോണ രോഗിയായ 19-കാരിയെ ആംബുലൻസിൽ വെച്ച് പീഡിപ്പിച്ച സംഭവത്തിനു മുന്നിൽ ലജ്ജിച്ചു തല താഴ്ത്തി കേരളം. ഞായറാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് മഹാമാരിക്കിടയിൽ മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിച്ച സംഭവം ഉണ്ടായത്. ആംബുലൻസ് ഡ്രൈവർ കായംകുളം കീരിക്കാട് സൗത്ത് പനയ്ക്കൽ ചിറയിൽ നൗഫലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. എടി ഇവനെ കണ്ടിട്ട് എനിക്ക് തന്നെ പേടിയാവുന്നടി. എൻ്റെ അടുത്ത് വല്ലതും ആയിരിക്കണമായിരുന്നു. ഓ പിന്നെ നീ അങ്ങ് മലത്തിയേനെ. ആന്റി ഞാൻ ഇറങ്ങുവാണേ. ചേച്ചി എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടോ, ഒന്ന് ചെക്ക് ചെയ്യാവോ? ഒന്ന് വെയിറ്റ് ചെയ്യണേ. ചേച്ചി, എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. രാവിലെ ഇവിടുന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് സാറ് വന്നിട്ടില്ല, ഒന്ന് വെയിറ്റ് ചെയ്യണേ.
രോഗിയായ 19-കാരിയെ ആംബുലൻസിൽ വെച്ച് പീഡിപ്പിച്ച കൊറോണ ഹലോ 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 ഓക്കെ അല്ലേ? കുട്ടി എന്തു പറ്റി? ഹലോ 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 കുട്ടി ഹലോ എന്തു പറ്റി കുട്ടി? എടോ അങ്ങനെ നോക്കണില്ല. എടീ, നീ ഇന്നലെ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയെന്ന് വല്ല പിടുത്തമുണ്ടോ? ഞാൻ എന്ത് ചെയ്തു എന്നാ? എനിക്ക് തലയ്ക്കൊക്കെ അങ്ങ് വേദന എടുക്കുക. ഇന്നലെ നീ കാണിച്ചു കൂട്ടിയത് എന്തൊക്കെയാ? ഞാൻ എന്ത് ചെയ്തു? നിനക്കൊന്നും ഓർമ്മയില്ല? ഓ, എന്തുവാന്ന് വെച്ചാ ഒന്ന് തെളിച്ച് പറ. എടീ, നീ കാരണം ഇന്നലെ ഒരു നിരപരാധിയെ അവിടെ ഇട്ട് ശരിക്കും തല്ലി. നിരപരാധിയോ? അയാളോ? അവൻ എന്താ എന്നോട് ചെയ്തതെന്ന് അറിഞ്ഞോ? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ. നീ കാണാത്തോണ്ടാ. നീ പറഞ്ഞ് വിശ്വസിച്ചിരിക്കുമായിരുന്നു ഞാൻ. ഇന്നലെ അങ്ങനെയൊന്നും അല്ല അവിടെ നടന്നത്. ഞാൻ ഈ വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലാക്കിയത്. എന്നാ കണ്ടു നോക്ക്.
ഇത് അവിടുത്തെ CCTV ഫുട്ടേജാ. ഇതില്ലായിരുന്നെങ്കിൽ അയാൾ അഴി എണ്ണിയനെ. ഛേ, എന്തൊരു കഷ്ടമായി പോയി. ഞാൻ ഇങ്ങനെയൊക്കെയാണോ ചെയ്തത്? ഛേ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അയാളെ ഞാൻ കാരണം ഒരുപാട് തല്ലുകൊണ്ടു. ഇനിയിപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? എനിക്ക് അയാളൊന്ന് കാണുമേടി. എടീ, കഴിഞ്ഞത് കഴിഞ്ഞു, നീ അത് വിട്ടേര്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനാ? ഞാൻ കാരണം അയാൾ ഇത്രയും തല്ലുകൊണ്ടില്ലേ? എല്ലാവരുടെ മുന്നിലും നാണം കിട്ടില്ലേ? എനിക്ക് അയാളെ ഒന്ന് കണ്ട് സോറി പറയണം. നമുക്ക് പോയാലോ? എടീ, അത് വേണോ? പോയി കാണാടി, അല്ലാതെ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല. ഓക്കെ, എങ്കിൽ പാ. എടി, നമ്മൾ എങ്ങനെ അയാളെ കണ്ടുപിടിക്കും? നിനക്ക് വല്ല ഐഡിയ ഉണ്ടോ? എന്തായാലും വാ, എനിക്ക് വഴി അറിയാം. നമുക്കൊന്ന് പോയി നോക്കാം. എടി, നീ ഇത് എങ്ങോട്ടായി പോണേ? എടീ, ഇന്നലെ ഞാൻ കൊറിയർ സർവീസിലേക്കൊന്ന് വിളിച്ചായിരുന്നു. അവരാണ് പറഞ്ഞത് അവൻ്റെ പേര് നിഖിലെന്നോ എന്തോ ആണ്. അവിടെ ഏതോ ജിപ്സം വെൽഡ് എന്ന സ്ഥാപനത്തിലേക്ക് വന്ന് കൊറിയർ എടുക്കാൻ വന്നതാണ്. ഇപ്പം എന്തായാലും ഒന്ന് പോയി നോക്കാം. നിഖിൽ ഇവിടെയല്ലേ വർക്ക് ചെയ്യുന്നത്? അതെ, പക്ഷേ അവൻ 2 ദിവസം കൊണ്ട് വരുന്നില്ല. മോളെ, അങ്ങനെ ഒരു വ്യക്തി ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നില്ല. മോക്ക് സ്ഥാപനം മാറിപ്പോയതാവാം, അതാ. അതെ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിഖിൽ ഇവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഒരു പെണ്ണു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം അവന് തെങ്ങോത്തിൽ ഹോസ്പിറ്റൽ ഉണ്ടെന്ന് അറിഞ്ഞു. എന്തിനാ നീ ഇപ്പം ഇങ്ങോട്ട് വന്നത്? സന്തോഷമായില്ലേ നിനക്ക്? എന്നോട് ക്ഷമിക്കണം. ഇന്നലെ നിന്നെ സഹായിച്ചതിൻ്റെ പേരിൽ കിട്ടിയതാ എനിക്കിതെല്ലാം. ഞാനിനി മറ്റുള്ളവരുടെ മുഖത്ത് എങ്ങനെ നോക്കും? ഞാനിപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ ഒരു പെണ്ണുപിടിയാണ്. നിന്റെ ഒരു സോറി കൊണ്ട് തീരാവുന്നതാണോ നീ എനിക്ക് ഉണ്ടാക്കി തന്നതല്ല? സോറി പോലും. നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ്. ചിലപ്പോൾ എൻ്റെ ഒരു സോറി കൊണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതൊക്കെ എനിക്ക് തിരിച്ചു തരാൻ സാധിച്ചെന്ന് വരില്ല. പക്ഷെ ഞാനായിട്ടുണ്ടാക്കിയത് ഞാനായിട്ട് തന്നെ ഇവിടെ തീർക്കാം. ഇനി എന്നും ഞാൻ നിങ്ങളോടൊപ്പം കാണും.